ഹലോ ഗൈസ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ പറയാനായിട്ടാണ്. അതിനേക്കാൾ മുൻപ് ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. ഇത് ദിലീപേട്ടൻ കാശ് തരുന്നതോ ദിലീപേട്ടന് വേണ്ടി PR വർക്ക് ചെയ്യുന്നതോ ഒന്നുമല്ല. എനിക്ക് കണ്ടപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നതാണ്. ഈ സിനിമ തിയേറ്ററിൽ റിലീസായ സമയത്ത് അശ്വിൻകോക്ക് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇത് ദിലീപേട്ടൻ്റെ പഴയ സിനിമയിലെ കോമഡിയാണ് എന്നൊക്കെ പറഞ്ഞു. പഴയ സിനിമയിലത്തെ കോമഡി എന്ന് പറയുമ്പോൾ വെട്ടം, കല്യാണരാമൻ, മീശമാധവൻ, പറക്കും തൊള്ളുക, ഇത്രയും സിനിമയിലത്തെ കോമഡികളൊന്നും ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയിൽ കണ്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹലോ ഗൈസ്, അശ്വിൻകോക്ക് പറഞ്ഞത് ഇതാണ്, പഴയ സിനിമയിലത്തെ കോമഡി തന്നെയാണ് ഇപ്പോഴും ഇതിൽ കാണിക്കണേന്ന്. ഞാനൊരു എക്സാമ്പിൾ പറയാം. വെട്ട സിനിമയിലെയോ പറക്കും തളിക എന്ന് പറയുന്ന സിനിമയിലത്തെയോ കോമഡികൾ ഇതിൽ വീണ്ടും റിപ്പീറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ റിപ്പീറ്റ് കണ്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, പ്രേക്ഷകരായ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമേനെ ഇങ്ങനെ കുറ്റം പറയാൻ, ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ എന്താ കാരണം, എന്താ റീസൺ? എനിക്ക് ആ പടം കണ്ടിട്ട് അശ്വിൻകോക്കിൻ്റെ ചാനലിൽ കുറേ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ആ കാര്യങ്ങൾ ഈ സിനിമയിൽ കണ്ടില്ല. ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഒരു സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ഡീഗ്രേഡ് ചെയ്യും. നിങ്ങൾ സിനിമ കണ്ടത് മാറിപ്പോയാ? പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ തന്നെയാണോ കണ്ടത്? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇനി കിടന്നുറങ്ങിയ ആ സിനിമ കണ്ടപ്പോൾ? എനിക്കറിയാൻ പാടില്ല, സത്യാവസ്ഥ അറിയാൻ പാടില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഈ പടം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന പടം പൊട്ട പടം എന്ന് പറയാൻ കാരണം എനിക്കറിയാൻ പാടില്ല. ഹലോ ഗൈസ്, ഇനി നമുക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരാം. സെക്കൻഡ് ഹാഫ് സിദ്ദീഖ് സാറ്, ദിലീപേട്ടൻ, ബിന്ദു പണിക്കര്, മഞ്ജുപിള്ള, ഈ 4 പേരും അഭിനയിച്ച് ജീവിച്ചു, കരയിപ്പിച്ചു എന്ന് വേണേ പറയാം. സെക്കൻഡ് ഹാഫാണ് കഥ അങ്ങോട്ട് കത്തിക്കേറുന്നു. ഒരു രക്ഷയില്ലാത്ത അഭിനയം. ദിലീപേട്ടൻ്റെ ആയാലും, സിദ്ദീഖ് സാറിൻ്റെ ആയാലും, മഞ്ജു ചേച്ചിയുടെ ആയാലും, ബിന്ദു പണിക്കറിൻ്റെ ആയാലും, ഇവരുടെ ഒക്കെ അഭിനയം ഉണ്ടല്ല. സെക്കൻഡ് ഹാഫ് കാണണം. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ കഥ തുടങ്ങുന്നത് തന്നെ സെക്കൻഡ് ഹാഫാ. ഇന്റർവെല്ല് കഴിഞ്ഞതിന് ശേഷം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ കഥ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണ്. അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു മാതിരി അഭിനയം, തീ അഭിനയം, അടിപൊളി അഭിനയം, ഒരു രക്ഷയില്ല. ഈ അഭിനയം കണ്ടിട്ടാണോ അശ്വിൻകോക്ക് എന്ന് പറയുന്ന ആള് ഒരലമ്പ് പടമാണ് എന്ന് പറഞ്ഞത്? ഹലോ ഗൈസ്, ഞാൻ വീണ്ടും പറയുന്നു, പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഇന്റർവെല്ല് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കരഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹാർട്ട് ഒന്ന് ടച്ച്, ഒന്ന് കണ്ണ് നനിപ്പിക്കും. അത് ഉറപ്പാ, 100% ഉറപ്പാ. അടിപൊളി പടം. ഇത്രയ്ക്കും ഒരു ഫാമിലി ടച്ചുള്ള, ഇത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു സിനിമേനെ നിങ്ങൾ ഈ അശ്വിൻകോക്ക് എന്ന് പറയുന്ന ആള് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചത് എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഹലോ ഗൈസ്, എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ഈ പടത്തിൽ കുറച്ച് മെസ്സേജും കൂടി ഉണ്ട്. ഈ ഉർവശി മേഡം പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അത് നിങ്ങൾ ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ ഈ സിനിമയിൽ ഈ പ്രമുഖ സോഷ്യൽ മീഡിയ മാത്രമല്ല, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, പ്രമുഖ ചാനൽക്കാർ കാണിക്കുന്ന തോന്നിയാസം ഇതിൽ ഈ ഉർവശി മേഡം എടുത്തു പറയുന്നുണ്ട്. 9 വയസ്സുകാരനായ മകന്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടി അവന്റെ ഫേസ് സൂം ചെയ്ത് കണ്ണീരൊപ്പിടുത്ത് ജനങ്ങൾ അത് എന്താ പറയാ, റേറ്റിങ്ങിന് വേണ്ടി ചെറ്റത്തരം കാണിക്കുന്ന ഒരു പരിപാടി. ഈ
ചില പ്രമുഖ ചാനൽക്കാരും സോഷ്യൽ മീഡിയക്കാരും കുറച്ച് ഈ റേറ്റിങ്ങിന് വേണ്ടി പലതും കാണിക്കുക എന്ന് പറയില്ലേ, പല ചെറ്റത്തരങ്ങളും കാണിക്കുക എന്ന് പറയില്ലേ, അത് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യന്റെ ജീവിതം വെച്ചിട്ട്, ഒരു മനുഷ്യന്റെ ലൈഫ് വെച്ചിട്ട് നമ്മൾ റേറ്റിങ്ങിന് വേണ്ടി ചെറ്റത്തരം കാണിക്കാൻ പാടില്ല എന്ന് അത് എടുത്ത് കാണിക്കുന്നുണ്ട്. അത് നല്ല ഒരു മെസ്സേജ് ആയിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനത്തെ ഒരു മെസ്സേജ് ഇതില് കൊടുക്കുന്നുണ്ട്. വാർത്തയും കാര്യങ്ങളൊക്കെ നല്ലതാണ് ചെയ്യണത്, പക്ഷെ ഒരാളുടെ ലൈഫ് വെച്ചിട്ട് ചെറ്റത്തരം കാണിക്കുന്നത്, ഒരു കൂത്തി കൊണ്ടാണ് അറിയാണ്ട് തുടക്കം എന്തോ അറിഞ്ഞു, അവസാനം അതിന്റെ സത്യാവസ്ഥ അറിയാണ്ട്, ഒരു മാറ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് അറിയാണ്ട് ഒരാളുടെ ലൈഫ് വെച്ച് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ആദ്യം സത്യാവസ്ഥ മനസ്സിലാക്കണം, എന്നിട്ട് വ്ളോഗ് ചെയ്യണം, എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വാർത്ത ഉണ്ടാക്കണം. അത് ഏത് ചാനൽക്കാരായാലും, ഓൺലൈൻ മീഡിയക്കാരായാലും പ്രമുഖ ചാനൽക്കാരായാലും ആദ്യം ഒരു മാറ്ററിന്റെ സത്യാവസ്ഥ അറിയണം, എന്നിട്ട് കൊണക്കണം. മനസ്സിലായ? ഉർവശി മേഡം പറഞ്ഞത് സത്യാണ്. ഒരു കൂത്യം കൊണ്ടാണ് അറിയാണ്ട് അങ്ങോട്ട് ഇറങ്ങും, മൊബൈലും മൈക്കും പിടിച്ചിട്ട്. എന്നിട്ടറിഞ്ഞിട്ടാ ഒരു തേങ്ങ അറിയില്ല, വെറുതെ കിടന്നിട്ട് തൊള്ളവർക്ക് ആൾക്കാര്. പിന്നെ ഈ സിനിമയിലത്തെ മെസ്സേജ് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. സോഷ്യൽ മീഡിയ കാണിച്ചു കൂട്ടുന്ന, ഇപ്പൊ ഓൺലൈൻ മീഡിയ ആയാലും പ്രമുഖ ചാനൽക്കാർ